വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. എക്സ്പോ 2024 ചെയർമാൻ ശ്രീ സജി മാത്യു ഇന്നിവിടെ ഈ ബിൽഡ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യയായ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ സുജാത ടീച്ചർ, വേദിയിലും നിർമ്മാണ സാമഗ്രികളുടെയും അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകൾ നൽകുന്ന ആവശ്യമായ യന്ത്ര സാമഗ്രികൾ അതിൻ്റെ സർവീസ് നൽകുന്നവർ ഇതുവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു ബിൽഡ് എക്സ്പോ സംഘടിപ്പിക്കുക എന്നുള്ളത് ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാരെ ഒരു കുടക്കുഴി അണിനിരത്തിക്കൊണ്ട് ഒരു ബിൽഡ് എക്സ്പോ സംഘടിപ്പിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ വളരെ വലിയ ഒരു ടാസ്ക് ആയിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ പോലും അതിൻ്റെ ആ ഒരു ടെൻഷൻ നമുക്ക് മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മറ്റ് സങ്കേതങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ബിൽഡ് എക്സ്പോ സംഘടിപ്പിക്കുക വഴി ലെൻസ്ഫെഡ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിട്ടുള്ള നഗരസഭ അധ്യക്ഷ, കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, കൃത്യമായ ദിശാബോധത്തോടുകൂടി ചുക്കാൻ പിടിക്കുന്ന ലെൻസ്ഫെഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച പിന്തുണ നൽകുന്ന സർവോപരി എൻ്റെ നാട്ടുകാരുകൂടിയായ ശ്രീമതി സുജാത ടീച്ചറെ ഏറെ സ്നേഹാദരത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഞ്ചിനീയർ സജി മാത്യുവിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ CS വിനോദ് കുമാർ അവരുടെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിങ്ങാന്ന് മരണ കാഴ്ചപ്പാടുള്ള ആരാധ്യയായ അധ്യക്ഷ സുജാത ടീച്ചർ, കാസർഗോഡ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള, കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി എന്നാണ് ആ വിഷയം. ലെൻസ്ഫെഡ് കൂടാതെ തന്നെ മറ്റ് എഞ്ചിനീയർ സംഘടനകൾ, ആർക്കിടെക്ട്സ്, കോൺട്രാക്ടേഴ്സ്, വ്യാപാരി വ്യവസായികൾ ഒക്കെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും ഈ സെമിനാറുണ്ട്. അതുപോലെ തന്നെ 4 വൈകുന്നേരം 3 മണിക്ക് ഇവിടെ നടക്കുന്ന ഒരു സെമിനാറാണ് കാസർഗോഡിന്റെ സമഗ്ര വികസനവും കാഴ്ചപ്പാടുകളും. കേരളത്തിന്റെ അങ്ങേയറ്റത്തെ ജില്ലയായ കാസർഗോഡ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്ത് അവരവരുടെ ഉത്പന്നങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന, വിൽക്കാൻ വെക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്നുള്ളതിനും അപ്പുറത്ത് ഇന്ന് കെട്ടിട നിർമ്മാണ സങ്കല്പങ്ങൾ സാധാരണക്കാരുടെ ഇടയിലടക്കം മാറിയൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പലപ്പോഴും ലെൻസ്ഫെഡിൻ്റെ എഞ്ചിനീയർമാരുടെയൊക്കെ മുന്നിലേക്ക് വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ഓരോ കാര്യത്തിലും അഭിപ്രായമുള്ള ഒരു പുതിയ തലമുറ കൂടി ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണം രംഗം മാറിയിട്ടുണ്ട്. അതുപോലെ വസ്തുക്കളും സുസ്ഥിര വികസനത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഉത്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ പ്രാപ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ
നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏറ്റവും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മേഖലയാണ്. നമ്മൾ ഇപ്പോഴും ഓരോ വീടുകളുടെ ഗൃഹപ്രവേശത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും നമ്മൾ അന്വേഷിക്കാറുണ്ട് ഇതിൻ്റെ എഞ്ചിനീയർ ആരാണ്, ഇതിൻ്റെ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെ. അതായത് മുറ്റത്തിടുന്നൊരു കല്ലിന് പോലും നമ്മൾ ഏൽപ്പിച്ചിട്ട് ആളിൻ്റെ രീതിക്ക് അങ്ങ് വിട്ടുകൊടുക്കലാണ്. ഇന്നങ്ങനെയല്ല. ഓരോ മുറിയിലും ഓരോ വാതിൽപ്പടിയിലും ഓരോ ചില്ലിലും ഒക്കെ തന്നെ ആളുകൾക്ക് പുതിയ പുതിയ സങ്കല്പങ്ങൾ അത് അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സാങ്കേതിക വിദ്യയുണ്ട്. പല കാര്യങ്ങളും അവർക്കറിയാം, പല കാര്യങ്ങളും അവർ അതിൻ്റെ രംഗത്ത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിനൊക്കെ പല ആശയങ്ങളും അവർ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ സൗകര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഓരോ സ്ഥലത്തും പോകുമ്പോൾ സ്ഥലം വളരെ ചുമല്ല, 2 സെന്റ് 3 സെന്റ് 1.5 സെന്റിൽ വരെ വലിയ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊരു ദൗത്യം നിങ്ങളിലേക്ക് ചിലപ്പോൾ വന്നു ചേരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഉള്ള സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് അതേസമയം സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രമീകരണവും കൂടി പാലിച്ചുകൊണ്ട് അത് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളായാൽ പോലും ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട് അത് അഭിമാനകരമായിട്ട് കാണാവുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ പുതിയ തലമുറയിൽപ്പെട്ട എഞ്ചിനീയർമാരുമായിട്ട് ഒരു അപ്ഡേഷന്റെ കാലം അല്ലേ. പഴയ തലമുറയൊക്കെ ഇങ്ങനെ ഇത്ര ചെറിയ സ്ഥലത്ത് ടോയ്ലറ്റിന്റെ ഒരു നിർമ്മാണം ഇങ്ങനെ ഡോറ് ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യാല്ലേ എന്ത്. അതിൽ കയറിയതിന് ശേഷം ഒരാൾ എന്നോട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയാണ്, ആ ഡോറ് ശ്രദ്ധിച്ചില്ലേ ടീച്ചർ, അതിങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന രൂപത്തിലാണ് അല്ലേ, വളരെ ചെറിയ സ്ഥലം മതിയല്ലേ, തുറക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓരോ കാലത്തും വരുന്ന ഓരോ വസ്തുക്കളുടെയും നിർമ്മാണത്തിനകത്ത് മാറ്റം വരികയാണ്. അപ്പം ഇത് പരിചയപ്പെടുത്താൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു വിൽപ്പനയും കൂടി ആകാറുണ്ട്. അതായത് ഒരു പ്രദർശനം മാത്രമല്ല, ഒരു പ്രദർശന വിപണന മേള കൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവുമായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പ്രദർശനം തന്നെ ഏറ്റവും എല്ലാവർക്കും അറിവ് അല്ലേ. പത്മശ്രീ ശങ്കറിൻ്റെയൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നിർമ്മാണ രീതികളിലേക്ക് അപാകതകളെ കുറിച്ച് ഞാൻ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയുമ്പോഴാണ് നമുക്ക് ഓരോന്നും ബോധ്യപ്പെടുക. ഒരു സ്കൂളിൻ്റെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചെറിയ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടി കഴിയും. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഒരു മാസ്റ്റർ എന്തെങ്കിലും, കാരണം ഓരോ സമയത്തും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഓരോ കെട്ടിടം അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിർമ്മാണം പുതിയത് നടത്താൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്, ആദ്യമേ തന്നെ ഏറ്റവും ആദ്യം തന്നെ ഒരു നിർമ്മാണം നടത്തുമ്പോഴുൾപ്പെടെ നമ്മുടെ മനസ്സിനകത്ത് ഒരു 50 വർഷത്തിനപ്പുറം ഈ പ്രദേശത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വയ്ക്കാനെന്നുള്ളത്. ഇപ്പോൾ പുതിയ കാലഘട്ടവും അത് ആവശ്യപ്പെടുന്നതാണ്. പ്രകൃതി സൗഹൃദമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിർമ്മാണ രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. അതിൽ നിങ്ങൾക്കും ചെറിയ ചെറിയ ഈ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ നടക്കുമ്പോൾ ചെറിയ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഭാവിയിൽ വരാൻ ഇടയുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ഈ ഇങ്ങനെ ഒരു പ്രദർശന മേള നാട്ടുകാർക്ക് കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ ഇത് എന്താണെന്ന് അത്രയൊക്കെ പെട്ടെന്നൊന്നും പരിചയം ഉണ്ടാവില്ല. നല്ല പ്രചരണത്തിലൂടെ എന്താണ് ഈ ഒരു സ്റ്റാളിനകത്ത് ഇവിടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് മാറി വരുന്ന കാലത്ത് മാറ്റങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക എന്നുള്ളതൊക്കെ പ്രയോജനപ്പെടുത്താൻ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം നിമിഷം വെച്ച് മാറുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് സോളാർ ഇല്ലേ, ഒരു സ്റ്റാള് സോളാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ, ഞാനൊരു സാമൂഹ്യശാസ്ത്ര അധ്യാപികയാണ്, അപ്പോൾ ഈ സൗരഗൃഹ വാതകങ്ങളെക്കുറിച്ചും അതുപോലെ സോളാർ ഇഫക്റ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുമ്പോൾ ചൂടാകുന്നതിനേക്കാളും ഭൂമി അതിനെ ആഗിരണം ചെയ്ത് തിരിച്ചയക്കുമ്പോഴാണ് വായു ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുക എന്നുള്ളത്. അത് അങ്ങനെയാണ്. പുതിയ നിർമ്മാണത്തിലുള്ള പാനലുകൾ
അദ്ദേഹം എന്നോട് പറയാണ്, പുതിയ നിർമ്മാണത്തിനകത്ത് സൂര്യപ്രകാശം വരുമ്പോഴും മാത്രമല്ല, തിരിച്ച് ഭൂമി അത് ആഗിരണം ചെയ്ത് തിരിച്ചു പോകുമ്പോഴും, അപ്പൊ ശരിക്കും ഇരട്ടി പ്രൊഡക്ഷൻ വരുന്ന രൂപത്തിലേക്കുള്ള പാനലുകൾ ഇന്ന് ഉണ്ട്. കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. ഓരോ രംഗത്തും വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ പഴയ കാലത്തൊന്നും ഈ വേണ്ടി കഴിയും. ഇവിടെയുള്ള ഈ കമ്പനികൾക്കൊക്കെ തന്നെ വലിയ സ്വാധീനം സാധാരണക്കാരുടെ ഉൾപ്പെടെയുള്ള ജീവിതത്തിൽ ചെലുത്താൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പോ അവർക്കൊക്കെ തന്നെ പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ വരുന്ന നടക്കുന്ന സെമിനാറുകളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഒക്കെ നല്ല പങ്കാളിത്തത്തോടെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാനും അവരിലേക്കൊക്കെ ഈ അറിവുകൾ എത്തിക്കാനും ഈ എക്സ്പോയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ കഴിഞ്ഞ 4 മാസത്തോളം അശ്രാന്ത വിശ്രമമില്ലാതെ പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് ഇന്നത്തെ ഉദ്ഘാടനം. അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബിൽഡ് എക്സ്പോയുടെ ചെയർമാൻ ശ്രീ സജി മാത്യു. ബിൽഡ് എക്സ്പോ ലെൻസ്വേഡിന്റെ ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട നഗരസഭ അധ്യക്ഷയുടെ മുന്നിൽ വെച്ചപ്പോൾ തന്നെ പൂർണ്ണമായ പിന്തുണ അറിയിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി സുജാത ടീച്ചർ, കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് എല്ലാ തരത്തിലുള്ള പ്രവർത്തന പിന്തുണയും തരുന്ന നമ്മുടെ അഭിമാനമായ കാസർഗോഡിൽ നിന്ന് തന്നെയുള്ള സംസ്ഥാന അധ്യക്ഷ, ഈ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ നഗരസഭ അധ്യക്ഷ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹോസൂർ MLA ചന്ദ്രശേഖരൻ, അങ്ങനെയൊക്കെ ഇത് നമുക്ക് നടത്താം, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം എന്ന് നമ്മൾ പഠിച്ച് അതിനുശേഷം കേരളത്തിൽ എക്സ്പോ നടത്തിയ ലെൻസ്വേഡിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികളെ കാലിക്കറ്റ്, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച് അവരുടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അനുഭവങ്ങൾ പഠിച്ചെടുത്ത ശേഷമാണ് കാസർഗോഡ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത്. അവസാനമായി നമ്മുടെ ലെൻസ്വേഡിന്റെ തന്നെ മലപ്പുറം ജില്ലയിൽ വളരെ നന്നായിട്ട് കുറേ കാലങ്ങളായി നടക്കുന്ന ആ എക്സ്പോ ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ മാസം. അതിലും കിട്ടിയ കുറേ അനുഭവങ്ങൾ, അതിൻ്റെ പോസിറ്റീവും അതുപോലെ നെഗറ്റീവുമായ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ ഈ കാര്യങ്ങൾ ഈ നാടിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ഒരു പക്ഷേ ആദ്യമായി വന്നതുകൊണ്ട് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് നമുക്ക് വളരെ സംതൃപ്തരായി ഒരുവിധം നന്നായിട്ട് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. എല്ലാ ഐശ്വര്യ സമ്പുഷ്ടമായ ഒരു വർഷമായിരിക്കട്ടെ ഇനി വരുന്ന 2025 വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ലെൻസ്വേഡ്. ഒരനുഭവമാണ് അത് കിട്ടുന്നത് വീട് കെട്ടാനുള്ള. ചിലവരൊക്കെ അതൊന്നോ രണ്ടോ കെട്ടുന്നുണ്ടാവാം, അല്ലെ 3. അപ്പോൾ അധിക 99% പേർക്കും ഒറ്റ ചാൻസ് മാത്രം കിട്ടുന്നത് കൊണ്ട് അത് വലിയ അറിവ് അത് അവർക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ആദ്യം തന്നെ എൻജിനീയറെ കണ്ട് അത് പ്ലാൻ വരയ്ക്കാൻ കൊടുക്കും. അപ്പോൾ എൻജിനീയറെ കൊണ്ട് ഒരു 2 or 3 പ്രാവശ്യം അത് ആ പ്ലാൻ മാറ്റിക്കും. അത് കഴിഞ്ഞ് എൻജിനീയറും ആശാരിയൊക്കെ വന്ന് അത് കുറ്റിയടിക്കും. കുറ്റിയടിച്ചതിന് ശേഷവും ചിലപ്പം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് റൂം കുറച്ച് ചെറുതായിപ്പോയി, അല്ലെങ്കിൽ ഈ റൂം അപ്പുറത്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യം എൻജിനീയറെ വിളിച്ച് ആ കുറ്റി ഒന്ന് മാറ്റിയടിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് തറര പണി തുടങ്ങും. ചെറുതായിട്ട് തോന്നുന്നുണ്ട്, മറ്റത് കുറച്ച് വലുതായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ അപ്പുറത്താണ് വേണ്ടത്. അങ്ങനെ ഒരു 2 or 3 പ്രാവശ്യമൊക്കെ പൊളിച്ചിട്ട് തറ തന്നെ കെട്ടുന്ന ഇതൊക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞു നമ്മൾ പിന്നെ വാർപ്പൊക്കെ കഴിഞ്ഞു. പിന്നെ വാർപ്പ് കഴിഞ്ഞിട്ടും മറ്റ് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരുപാട് ആൾക്കാർ. കാരണം എന്തുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു അറിവാണ്. അപ്പോൾ പല ഭാഗത്തുനിന്ന് വരുന്ന തെറ്റായ ഇൻഫർമേഷനും അതില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉപഭോക്താവിനുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പരിധി വരെ ഇതുപോലെയുള്ള എക്സ്പോ ഉപകരിക്കും. അതുപോലെ വീടുകൾ മനോഹരമാക്കുകയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ ഒന്ന് എൻജിനീയേഴ്സായിട്ട് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ പൊളിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ട്.
പിന്നെ രണ്ടാമത് നിങ്ങളുടെയൊക്കെ എൻജിനീയേഴ്സും മറ്റ് വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ടൊന്ന് പറയുകയാണ്, നമ്മൾ ലക്ഷങ്ങളും കോടികളും കെട്ടി വീട് കെട്ടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു 5,000 10,000 ചിലവിട്ട് നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് കെട്ടാൻ പറ്റുന്നില്ല. എല്ലാവരും ഒറ്റ മുറി കക്കൂസ് ടാങ്കാണ്. അതിൻ്റെ ദുരിതമാണ് നമ്മൾ അധികവും ഇന്ന് പേറുന്നത്. ഇന്ന് നമ്മുടെ ഭൂമിയിലുള്ള ജലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു റിക്വസ്റ്റായിട്ട് എടുത്തുകൊണ്ട്, കാരണം എല്ലാവരും ഇനിയെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങളാണ് അതിന് മുൻപന്തിയിൽ നിൽക്കേണ്ട ഓരോരുത്തരും. അപ്പം നിർബന്ധമായി നഗരസഭ ഒരു കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആലോചന വിഷയത്തിലാണ്. കാരണം ഓരോ വീടുകൾക്ക് ഇനി 20,000 രൂപ കൊടുക്കാനുള്ള ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട്, അത് നഗരസഭാ തലത്തിൽ കൊടുക്കുവാൻ വേണ്ടി. അപ്പം അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളം അധികവും നമ്മുടെ ബാത്റൂമിൽ നിന്നൊക്കെയുള്ള നേരെ ഒരു പൈപ്പ് വെച്ച് പുറത്തേക്കാണ് വരുന്നത്. അതൊക്കെ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ടാക്കുകയും അതിനുള്ള സംവിധാനത്തോടു കൂടി അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഈ ഭൂമി എന്ന അമ്മയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിൽഡേഴ്സ് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനും ആദരണീയായ CS വിനോദ്കുമാർ സാറ്, കൂടാതെ വേദിയിലും സംസാരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ എക്സ്പോയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ചതെല്ലാം സംസാരിച്ചു. പക്ഷേ നമുക്കൊരു സാമ്പത്തിക സമാഹരണമല്ല നമ്മൾ പ്രധാനമായിട്ടും എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചെയ്തു വരുന്നുണ്ട്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ കൊമേഴ്സ് എന്നൊരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും നമ്മുടെ യൂണിറ്റുകളിലേക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കൊമേഴ്സുമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി നമ്മുടെ മെമ്പർമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എക്സ്പോ ആയാലും നമ്മുടെ പഠന ക്യാമ്പുകളെല്ലാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള എക്സ്പോകൾ എൻ്റെ കൊല്ലം ജില്ലയിലും ഞങ്ങൾ നടത്തി. വളരെ സാമ്പത്തികമായി ഞങ്ങൾക്ക് പരാജയം തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 100-125 തിരുത്തി കൊടുക്കുവാൻ ഇന്ന് സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന നിലയ്ക്ക് ആദ്യത്തെ ചുവട് എന്ന നിലയ്ക്ക് ഓരോ മാതാപിതാക്കളും, ഈ സദസ്സിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളും സ്വന്തം ഭവനത്തിൽ നമ്മൾ ആ മക്കളുടെ വർത്തമാനങ്ങൾ, അവർക്ക് പറയാനുള്ള വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയും അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ മനസ്സിലാക്കുവാനും അത് പ്രവർത്തിച്ചു കൊടുക്കുവാനും ഇത്തരം കൂട്ടായ്മകൾ കൊണ്ട്, ഇതിൻ്റെ മെസ്സേജുകൾ കൊണ്ട് സാധ്യമാവട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ മിനാർ ഗ്രൂപ്പിനെ, ലെൻസ്ഫുഡുമായി മിനാർ ഗ്രൂപ്പ് കാലങ്ങളോളം സഹകരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പാണ് മിനാർ ഗ്രൂപ്പ്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ മഹിമയെക്കുറിച്ച് നമുക്ക് സ്റ്റാളുകളിൽ ചെന്നാൽ നമുക്ക് മനസ്സിലാവും. ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഈ സന്തോഷത്തിൽ മിനാർ ഗ്രൂപ്പിനെ ഈ ഒരു സംരംഭത്തിൽ സഹകരിക്കുവാൻ അനുവദിച്ച, അവസരം തന്ന സന്തോഷത്തിൽ പങ്കിടുവാൻ വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ആയ ബഹുമാനനായ നമ്മുടെ CS വിനോദ്കുമാർ അവരുടെ മിനാറിൻ്റെ സ്നേഹോപഹാരം നൽകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സംബന്ധിച്ചും അവരോടുള്ള എക്സ്പീരിയൻസ് അറിഞ്ഞും പഠിച്ചും ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് മുൻപോട്ട് വരിക, എന്നിട്ട് ഇത്രയും വലിയൊരു എക്സ്പോ കാസർഗോഡ് നടത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിന് ഒരുപാട് ഞാൻ അറിഞ്ഞു വെച്ചാൽ ഏകദേശം 3-4 മാസങ്ങളുടെ പ്രയത്നങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് Lansford Build Expo, all the members who give us very huge chance over here to represent our product. So hope all the branded will get huge exposure from that particular platform. The people invite for us to represent our product. Behalf of Moto Group and behalf of Polikar Ceramic, who is representing over here in Kanangad. So many thanks to all of you. Please support. We require your support over here, and we are also here to serve you our best with the best product and best price. Thank you so much. Thank you so much again. നമ്മുടെ കാസർഗോഡിൻ്റെ നിർമ്മാണ സംസ്കാരം മാറുകയാണ്. അത്തരമൊരു സന്ദർഭം ഒരുക്കുന്നതിന് വേണ്ടി
ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ള ഈ ഉത്തരമേഖല മെഗാ ബിൽഡ് എക്സ്പോ തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാസങ്ങളോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ലെൻസ്ഫെഡിൻ്റെ നേതൃത്വത്തിലുള്ളവരും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ മെമ്പർമാരും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിച്ചത്, നാളെ മുതൽ കാസർഗോഡ് മാറാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തീർച്ചയായും ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിയിട്ടുള്ള വിവിധ കമ്പനികളുടെ നിർമ്മാണ വസ്തുക്കളുടെ സ്റ്റാളുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കാസർഗോഡ് പിന്നോക്കമായിട്ടുള്ളത് അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ ജില്ല എന്നുള്ളത് നാടും നഗരവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരങ്ങളൊക്കെ നാടൊക്കെ നഗരവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നൂതനമായിട്ടുള്ള ടെക്നോളജിയും നൂതനമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മെഗാ എക്സ്പോന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവസരമുള്ള ബഹുമാന്യരെ, ഞാൻ അവിചാരിതമായാണ് ഈ സ്റ്റേജിലേക്ക് വരുന്നത്. എന്തായാലും സ്റ്റാളൊക്കെ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഈ എക്സ്പോ നടക്കുന്ന അല്ലെങ്കിൽ ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മാതൃഭൂമിയിൽ ഇന്ന് ഇവരുടെ സ്പെഷ്യൽ ഫീച്ചർ ഒന്ന് വായിക്കണം. എന്താണ് ഇങ്ങനൊരു എക്സ്പോ നടത്തുന്നതിൻ്റെ ലക്ഷ്യം, അത് സാധാരണക്കാരനായ ജനവിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് വളരെ അർത്ഥവത്തായ രീതിയിൽ ആഴത്തിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിൽ നമ്മൾ ഈ വീടെടുക്കുന്നവർ, കെട്ടിടങ്ങൾ എടുക്കുന്നത് മറ്റൊരു സെപ്പറേറ്റ് കാര്യങ്ങളായിട്ട് പറയാം. പക്ഷെ വീടെടുക്കുന്നത് ഓരോ ആളുകളുടെയും ഒരു ജീവിതത്തിലെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് വീട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 10-20% പേര് മാത്രമേ പണമൊക്കെ മുന്നിൽ കണ്ട് ഒരു വീട് പ്ലാൻ ചെയ്ത് എടുക്കാറുള്ളൂ. ബാക്കി എല്ലാവരും പണം അങ്ങനെയൊക്കെയോ സ്വരൂ കൂട്ടി 80% പേരും അങ്ങനെയൊക്കെയോ സ്വരൂ കൂട്ടി ഒരു വീട് എടുക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓട്ടപ്പാച്ചലിനിടയിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളോ മുന്നൊരുക്കങ്ങളോ ഒന്നും പഠിക്കാനോ മനസ്സിലാവാനോ ഒന്നും അവർ ചിന്തിക്കാറോ ഏതെങ്കിലും ഒരു സംവിധാനത്തെ ഏൽപ്പിക്കുകയോ ചെയ്ത് അഡ്ജസ്റ്റ് ആക്കുകയാണ് ചെയ്യുക. എനിക്ക് പറയാനുള്ളത്, ഞാനിന്ന് മാതൃഭൂമിയിൽ എഴുതുന്നതും അതാണ്. എല്ലാവരും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ, ഏത് രീതിയിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ എങ്ങനെയാണ് ഒരു വീട് രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് ഈ സ്റ്റാളുകൾ നമ്മളോട് മുഖത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് മാധ്യമങ്ങളിലൂടെയും പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ പോകുന്നുണ്ട്. 2-3 ദിവസം നിറഞ്ഞ പങ്കാളിത്തം ഇവിടെ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നതിൽ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണെന്ന് തോന്നുന്നു. അതിന് ലെൻസ്ഫെഡിനെ അഭിനന്ദിക്കുന്നു. നിർത്തുന്നു. നേതാക്കന്മാരെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർവോപരി ഒരു എക്സ്പോ ഏത് രീതിയിൽ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ സംഘാടകർ മാത്രം ശ്രമിച്ചാൽ പോരാ, നമ്മളിലേക്ക് വന്നു ചേരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സ്റ്റാളിൻ്റെ ഓരോ കമ്പനി സ്റ്റാഫുകളോടും ഞാൻ ഈ കാര്യത്തിൽ അവരെ കൂടി പ്രതിപാദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണ്ണൂർ ജില്ലയുടെ അയൽ ജില്ലയായ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു പരിപാടി, അതായത് എനിക്ക് മുന്നേ പലരും പറഞ്ഞു ഇവിടെ ആശംസ, മാതൃഭൂമിയുടെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇനി മറ്റൊരാൾ ആശംസ പറഞ്ഞ് അത് ചെറുതാക്കേണ്ട. പിന്തുണ നൽകുന്നതിനുമായി കൊല്ലം ജില്ലയിൽ നിന്ന് നേതൃത്വത്തിലേക്ക് എത്തിച്ചെന്നിട്ടുള്ള ലെൻസ്ഫെഡിന്റെ സംസ്ഥാന ഇതിനെ മികച്ച പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ലെൻസ്ഫെഡിനെ കൂടി ചേർത്ത് കൊടുക്കുന്ന മുഖ്യ സ്പോൺസർമാരായ നമ്മുടെ സഹോദര കണ്ണൂർ
അത് നമ്മളിന്ന് യാഥാർത്ഥ്യമാണ്. കെട്ടിട നിർമ്മാണം പൊതുജനങ്ങൾക്കും മറ്റ് ഇതര സംഘടനകൾക്കും ഈ എക്സ്പോ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുവാൻ വേണ്ടി സ്പീക്കർ, അതുപോലെ തന്നെ മെട്രോ ഗ്രൂപ്പിന്റെ ഡയറക്ടർ, സെയിൽസ് മാനേജർ, ഇന്ത്യൻ ബന്ധങ്ങളുടെ മുഖാദിയ സംസ്ഥാന സമിതി അംഗങ്ങളായ സെബാസ്റ്റ്യൻ, MD സ്പീക്കർ യോഗത്തിൽ ഫോട്ടോ എടുത്തില്ല. ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാണ്. പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.